അവളിപ്പോ ലാപ്ടോപ്പ് കിട്ടിയിട്ട് ഞാനൊക്കെ എന്നും സംബന്ധിച്ച ഇപ്പൊ 10 വർക്ക് ചെയ്താല് പിന്നെ ഹാങ് ആയിരുന്നു. സാറപ്പോ അബുദാബിയിലേക്ക് പോകാൻ നിൽക്കാണ് ശനിയാഴ്ച വേൾഡ് ബ്രാൻഡിന് അവിടെയുള്ള ഏതൊരു സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു സാറിനെ പോലുള്ള ഒരു 5 ഡിസൈനേഴ്സും 5 ഡിജിറ്റൽ മാർക്കറ്റേഴ്സും വേണമെന്ന് പറഞ്ഞിട്ട്. ഒരു ടൗണിൽ എന്തോ ഒരു നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, ഒരു സ്ഥാപനം വിളിക്കുന്നില്ല, നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ. അത് അങ്ങനെ പറയിപ്പിച്ചത് ആരാറിയോ? സാറാണ്. അപ്പൊ ഞാൻ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് എവിടെ പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ അവിടെ പറയും. ഞാൻ പറയും എനിക്ക് പ്ലേസ്മെന്റ് 2 പ്ലേസ്മെന്റ് ശരിയാക്കി തന്നീന്, ഒന്ന് ഓൺലൈനായിട്ടും ഒന്നിങ്ങനെ പോകുന്നതൊക്കെ ഞാൻ കുറെ ആൾക്കാരിനോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലേസ്മെന്റ് ആയാലും അല്ലാണ്ട് പഠിപ്പിക്കുന്നതായാലും ഒക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ആ സിസ്റ്റർ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മളൊരു കോൺവൊക്കേഷൻ്റെ മുമ്പ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട 2 ആൾക്കാരുണ്ട്. ഒന്ന് സാറാണ്, ഒന്ന് ഷഹാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തങ്ങളുട്ടിയാണ്. ഇങ്ങനെ 2 ആൾക്ക് കൊടുക്കണമെന്ന്. പിന്നെ അപ്പോൾ വളരെ സന്തോഷമായി. അതിൽ സാറ് തന്നെ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ, ഞാൻ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ ഇന്ന് വരും എന്നുള്ളത്, നിങ്ങൾ പെട്ടെന്ന് വിളിച്ചല്ലേ, വളരെ സന്തോഷമുണ്ട്. അത് സാറ് എത്തിയതിൽ എന്ന് വെച്ചാൽ സാറ് കുറേ കാലം ഇവിടെ എനിക്ക് ഒരു കൊല്ലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഡിസൈനിങ്ങിലും ആൾ ഉഷാറാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ആളെന്താണ് ഉഷാറാണ്, വളരെ ഉഷാറാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വേൾഡ് ബ്രാൻഡിന് അവിടെയുള്ള ഏതൊരു സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു സാറിനെ പോലുള്ള ഒരു 5 ഡിസൈനേഴ്സും 5 ഡിജിറ്റൽ മാർക്കറ്റേഴ്സും വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ ഉള്ള 1-2 കുട്ടികളെ ഇത് കൊടുത്തിരുന്നു. എന്തായെന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ 2 ആൾക്കാരെ പോർട്ട്ഫോളിയോ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് അതിങ്ങനെ കേട്ട സമയത്തേ പോലും എന്നോട് പറയുകയാണ് നിങ്ങളെ സ്ഥാപനത്തിലേക്ക് മാത്രമേ വിളിക്കുന്നുള്ളൂ, വേറൊരു സ്ഥാപനത്തിന് ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ എന്തോ ഒരു നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, ഒരു സ്ഥാപനം വിളിക്കുന്നില്ല, നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ. അത് അങ്ങനെ പറയിപ്പിച്ചത് ആരാറിയോ? സാറാണ്. പിന്നെ സാറിൻ്റെ ഒരു സ്റ്റോറിയും സാറെന്നെ പറഞ്ഞു. സാറെങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്ന് അറിയോ? അങ്ങനെ എത്തിപ്പെട്ട് വേറെ ഏതോ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ പഠിച്ചിട്ട് ഓക്കെ. അപ്പോൾ പഠിച്ചിട്ട് ഒന്നും പഠിപ്പിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഫസ്റ്റ് ഡിസൈൻ നമ്മളെന്താ വെച്ചാൽ എൻ്റെ ഒരു പഴയകാലം ഇങ്ങനെ അയവർക്കാന്നുള്ളത് കൂടി അത് കേൾക്കുന്ന സമയത്ത് അങ്ങനെ നവംബർ 14 ഞാൻ ഇവിടെ ഫസ്റ്റ് ആയിട്ട് ചേർന്നു. നവംബർ 14 ഏത് നവംബർ 2023 അങ്ങനെ അവിടെ ചേർന്ന് ഫസ്റ്റ് മാർക്കറ്റിംഗ് എടുത്ത്, അങ്ങനെ പിന്നെ ഡിസൈനോട് വേണമെന്ന് തോന്നി, അങ്ങനെ ഡിസൈനും എടുത്ത് ഫുൾ കംപ്ലീറ്റ് ആക്കി, ഡിസൈൻ മാർക്കറ്റിങ്ങും കംപ്ലീറ്റ് ആക്കി നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഫസ്റ്റത്തെ ഇന്റർവ്യൂവിൽ തന്നെ കിട്ടുകയും ചെയ്ത്. അത് എവിടെ കിട്ടി? നമ്മളെ UAE ടീം അവിടെ ABC അത് ഒരു വല്ലാത്തൊരു ഫാമിലിയാണ് അല്ലേ? ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പൊ വെള്ള ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊറേ പറഞ്ഞു ഈ എന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, എന്നെ പിന്നെ വിട്ടില്ല. ഇപ്പൊ ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴും ഈ ആടുന്ന് ചെയ്തോന്ന് പറഞ്ഞു, എന്നെ വിടുന്നില്ല. ഇപ്പൊ വേറെ ആളെ കൈ കൊടുത്ത് പിന്നെ ഞാൻ അത് മൊത്തത്തില് ഡിസൈനൊക്കെ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ചെയ്യാന്നുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് എവിടെ പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ അവിടെ പറയും. ഞാൻ പറയും എനിക്ക് പ്ലേസ്മെന്റ് 2 പ്ലേസ്മെന്റ് ശരിയാക്കി തന്നീന്, ഒന്ന് ഓൺലൈനായിട്ടും ഒന്നിങ്ങനെ പോകുന്നതൊക്കെ ഞാൻ കുറെ ആൾക്കാരിനോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്ക് ആണ്. ഒരു ഫാമിലി എങ്ങനെയാണ് ഞാനൊരു സാറ് സ്റ്റുഡന്റ്, ഇവിടെ ആരും അങ്ങനെ സാറെന്നൊന്നും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഷാക്കിർക്ക അങ്ങനെ ഓരോരോ പേരുകൾ അങ്ങനെയാണ് വിളിക്കില്ല. അപ്പൊ അതൊക്കെ ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത്ര നല്ല എക്സ്പീരിയൻസ് ആണ്. അല്ല എങ്ങനെ ആയാലും പ്ലേസ്മെന്റ് ആയാലും അല്ലാണ്ട് പഠിപ്പിക്കുന്നതായാലും ഒക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ആ സിസ്റ്റർ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞത്. സിസ്റ്ററിലെ എന്താ പേരെന്താ? സിസ്റ്റർ പേര് നൂറ. സാറാ നൂറ, നല്ല പേര്. നൂറ. ഇവിടെ ഒരു മിസ്സുണ്ട് നൂറ, നമ്മളെ നൂറ മിസ്. ഓക്കെ. ഇപ്പൊ ഈ 360 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് വലുതായി. നിങ്ങൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ലേ? പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നു ഫസ്റ്റത്തെ ദിവസം അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചതും. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയത് കൊണ്ടുപോകുന്ന സമയത്ത്? ആ ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ എന്നുള്ളവർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്.
നിങ്ങൾ മീൻസ് ഉഷാറായി എല്ലാം ചെയ്തു. ഓള് കാര്യം ജിടെക്കിൽ ഞാൻ ഒന്നും പഠിച്ചില്ല, വെറുതെയാണ് എല്ലാം ഞാൻ പഠിച്ചത്. ഒരു ഉഷാറുണ്ടായി ഇവിടുന്ന് എന്തായാലും എന്തെങ്കിലും ഒന്ന് ആവുന്നുണ്ടായിരുന്നു. പോയിട്ടെല്ലാം ജോലിയുടെ ആയിരുന്നു. അങ്ങനെ ഉമ്മ പണ്ട് ഇവിടെ വന്നിരുന്നു. ഏകദേശം അന്ന് നവംബർ ആ പഴയ പിന്നെ ഒരുപാട് കാലം, ഒരു കൊല്ലമൊക്കെ ഉണ്ടാവും അല്ലേ? 2 കൊല്ലോ? ഈ പിന്നെ ഒരു കൊല്ലം ജോലി ചെയ്തില്ലേ? ഏകദേശം 1 കൊല്ലത്തോളം അല്ലേ? അപ്പൊ ഏതായാലും വളരെ സന്തോഷം. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു ജോലി ആവണം, ജോലി ആക്കണം. ഏതായാലും അതെ, പെട്ടെന്ന് തന്നെ എന്തായി ജോലി. ഞാനിങ്ങനെ നോക്കലുണ്ട്, ജോലിയുമായി. അതോടൊപ്പം തന്നെ UAE-ലുള്ള അതിൽ വർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടോ? പക്ഷെ അതൊക്കെ നല്ലൊരു കണക്ഷനാട്ടോ. ഒരു നല്ല നല്ല ടീമാണ്, നല്ല മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യന്മാരുടെ കമ്മ്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണല്ലോ. പിന്നെ എല്ലാരും ഇതിലൊക്കെ തന്നെ കുറെ ആൾക്കാരെ ഫ്രണ്ട്സ് ആയിട്ടും ഒരു കമ്മ്യൂണിറ്റി അല്ലേ? ഇപ്പോഴും എല്ലാരും കോണ്ടാക്ട് ഉണ്ട്. ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ ഏകദേശം 3 മാസമാവാനായി. എല്ലാരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആവണം. മീൻസ് ഇവിടുന്ന് പോകുന്നതോടെ ഇവിടുന്ന് പോവില്ല, പോകുന്നത് നമുക്ക് ഇഷ്ടമില്ല. ഇതൊരു ഫാമിലിയാണ്. അവരൊക്കെ ഇവിടുന്ന് പഠിച്ച ആൾക്കാരാണ്. നമ്മൾ ഇവിടെ ഉള്ളവരൊന്നല്ല. ഷാമിൽ ഇവിടെ പഠിച്ചാൽ ഷാമിലൊന്ന് ദുബായിലൊക്കെ പോയി പോന്നേ. പിന്നെ നല്ലൊരു കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹബീബ് ഇവിടെ ഉണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫാമിലിയാണ്. അപ്പോൾ സാറപ്പോൾ അബുദാബിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ശനിയാഴ്ച പോണേ. ശനിയാഴ്ച ടിക്കറ്റ് എടുത്തില്ല, ശനിയാഴ്ചത്തേക്ക് എടുക്കണം. ശനിയാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ നിൽക്കുകയാണ് അബുദാബിയിലേക്ക്. അവിടെ നല്ലൊരു ജോലി റെഡി ആവണം, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ പഠിച്ചോൻ ഏതായാലും അവിടെ ഫുഡ് ജോലി കിട്ടിയതിന് ശേഷം പോരെ? ജോലി കിട്ടിയ ഫുഡ് സാറാണ്, ജോലി കിട്ടിയ എല്ലാവർക്കും ഫുഡ്. അത് അല്ല, ജോലി അവിടെ പോയിട്ടൊന്ന് നോക്കിയേ വേണം. സാറിന്റെ ആരാളുള്ള അവിടെ? ബ്രദർ ഉണ്ട്. എന്താ പരിപാടി? UX ഡിസൈനറാ. അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞോ? സ്കോപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞോ? മണ്ണാർക്കാട്. ലോൻ ഇവിടെ പഠിക്കാട്ടോ, പഠിച്ചു കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ ഓരോരുത്തർ സൗദി, ദുബായ്, ഖത്തർ, നമ്മളെ പാരീസ്, ഇതേപോലെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ചായ ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ പറയും. ഇപ്പൊ ചായക്കുള്ള ഫണ്ട് ആണല്ലേ? ഓരോ ചെക്കന്മാർ ഇവിടുന്ന് പോയി പഠിച്ച ആൾക്കാർ ഇങ്ങനെ പുറത്തുനിന്ന് ഞങ്ങൾ ഗ്രൂപ്പിൽ ഓരോ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഒരു 500 രൂപയൊക്കെ ചായക്കാകുമ്പോൾ ഇങ്ങനെ ഇട്ടൊരു ചായ കുടിക്കാൻ. അങ്ങനെ ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതോടെ ഈ ഫാമിലി അറ്റു പോകുന്നില്ല. അതേപോലെ തന്നെ എല്ലാവരും ഇതിലെ അംഗങ്ങളാണ്. നമ്മൾ വളരെ സ്നേഹത്തോടെ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഒരുമിച്ച് വളരാം. ഒറ്റക്ക് വളരരുത്. ഒറ്റക്ക് വളർന്നതിൻ്റെ മുരടിപ്പുണ്ടാവുക, വളരൂല. നമ്മൾ ചിലപ്പോൾ സാർ അവിടെ എത്തി നല്ലൊരു കമ്പനിയിൽ വർക്കിന് കയറി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരുപാട് ചാൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്താക്കുക, നമ്മൾ അങ്ങോട്ട് കയറ്റുക. അപ്പോൾ നമുക്ക് അതിനെക്കാളും വളർച്ച പഠിച്ചോണ്ടാവും വേറൊരു സ്ഥലത്തും തരും. നമ്മളൊരു പോളിസി അതാ, എല്ലാവരും വളരണം, എല്ലാവരും എത്രത്തോളം ഉയർച്ചയിൽ എത്തിക്കാൻ കഴിയാതെ നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളൊരു പോളിസി, നീയത്തും അതാണ്. അപ്പം അങ്ങനെ എനിക്കൊന്ന് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ 360 നമ്മൾ പോലും അറിയാതെ അങ്ങനെ എന്താണ് എന്തോ ഒരു നമ്മൾ ആ പഴയ കാലത്തുള്ള അത് തന്നെയാണ് നമ്മളെ മനസ്സിലെപ്പോഴും ഉള്ളത്. പക്ഷേ പലപ്പോഴും ആയിട്ട് നമ്മളറിയാതെ നമ്മളോട് ഇങ്ങനെ പറയും 360 അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇവളെ ചരിത്രം തന്നെ നമ്മൾ പറഞ്ഞു. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഒരു ടീം വിളിച്ചപ്പോൾ ഓള് വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെയാണ് വിളിച്ചിട്ട് പറയുക 5 ഡിസൈനേഴ്സും 5 മാർക്കറ്റേഴ്സും വേണം അങ്ങോട്ട്. സാറിനെ കണ്ടിട്ടാണ് പറയുന്നത്. സാർ അവിടുന്ന് ഞാൻ ചോദിച്ചു, പിന്നെ അവിടെ ആരാ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു. സാർ അവിടുന്ന് പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതേപോലത്തെ നല്ല കുട്ടികൾ വേണം. വേറൊരു അക്കാദമിയിൽ നിന്ന് കുട്ടികളെ വേണം. നിങ്ങളെ അക്കാദമി ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞാൻ പിന്നെ ഇവിടെ സിദ്ദീഖ് പൈസ ഉണ്ടോ ഇവിടെ? മുപ്പര വിളിച്ചാൽ പൈസ ഒന്ന് വിളിച്ചു. സാറാ ഞാൻ വരുന്നതിന്റെ ഒരു 4-5 മാസം മുമ്പ് സാറെത്തിണ്ടാവും, 5-6 മാസം മുമ്പ് എത്തിണ്ടാവും. പിന്നെ നമുക്ക് എല്ലാത്തിനും മാതൃകയാണ്. ഒന്ന് കയ്യാത്ര എനിക്കത് കയ്യൂലെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കുത്തിരുന്നാണ് ഫസ്റ്റ് ആദ്യം അങ്ങനെ പറയണല്ലോ, എന്റെ റെഡി ആവില്ല എന്നിങ്ങനെ പറയും. സമ്പാദിത്തന്നെ ഉണ്ടാവും. അവ പറഞ്ഞു ഉണ്ടാണ്ടിക്കറി. കാരണം നമ്മളങ്ങനല്ലോ, നമ്മൾ കേൾക്കാൻ ശ്രമില്ല. പക്ഷെ എന്നാലും ഇരുന്ന് അത് റെഡിയാക്കാൻ ശ്രമിക്കാനുള്ള മെന്റാലിറ്റി, ഡെഡിക്കേഷൻ ഒന്നും പറയാം. അതിന്റെ വിജയപ്പടെ കാണാനുണ്ട്. അറിയാത്ത പോലെ തന്നെ ചോദിച്ച് പഠിക്കും. അത് ആ ഒരു നല്ല സ്വഭാവം കൃത്യമായിട്ട് ആ ഡിസൈനിൽ നല്ല ഉണ്ട്. കാരണം ഓൾ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഡിസൈൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഞാൻ ഡിസൈനിങ് ചെയ്യില്ല, മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഡിസൈൻ മാത്രമാക്കാൻ മാർക്കറ്റിംഗ് ഒഴിവാക്കാൻ ഇപ്പോൾ 2 കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്.
അവളുടെ അധ്വാനത്തിന്റെ ഫലം എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എനിക്ക് എന്താ ഫീൽ ചെയ്ത്? എനിക്ക് മാർക്കറ്റ് ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആദ്യം വിചാരിച്ച മാർക്കറ്റ് എന്നെ കൊണ്ട് കഴിയില്ലാതായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അതായിരുന്നു ഏറ്റവും എളുപ്പം. ആദ്യം വിചാരിച്ച് മാർക്കറ്റിംഗ് ബാക്കി ഡിസൈൻ എടുത്താലോ, പിന്നെ മാർക്കറ്റിംഗ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി എളുപ്പം മാർക്കറ്റിംഗ്. ഓ അപ്പൊ ഒരു വെബ്സൈറ്റ് ഞാനിപ്പോ മറൂഫ് ഖാന്റെ വെബ്സൈറ്റ് കിട്ടുകയും ചെയ്ത് അങ്ങനെ കിട്ടിയില്ല. മറൂഫ് ഖാൻ അത് ഓൾക്ക് ഓക്കെ ആന്ന് പറഞ്ഞു. ഖത്തറിലൊരു ടീം. പെൺകുട്ടികൾക്ക് മാർക്കറ്റിംഗ് പറ്റുമോ പറ്റൂലേ എന്നുള്ളൊരു റിസർച്ച് ഉണ്ടായിരുന്നു. ഒരു കൺക്ലൂഷൻക്ക് എത്തിയില്ല. കാരണം മാർക്കറ്റിംഗ് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ടഫാവാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ എന്തോ ഒരു ഇതുണ്ടോ? ഞാനോട് ചോദിക്കാം. ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. എല്ലാം എന്നെ കൊണ്ട് പറ്റാ. പിന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ചോദിക്കാനും പറയാനും അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. വേർഡ് പ്രസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. ആദ്യമൊക്കെ കേട്ടപ്പോ കരുതേനു. പിന്നെ ഇപ്പൊ പിന്നെ ചെയ്ത് 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 ഒരു തറായിക്കുന്നു. ക്യാമ്പയിനുകൾ ചെയ്യലുണ്ടോ? മെറ്റന്റെ സിമ്പിൾ ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ? നല്ല റിസൾട്ട് കിട്ടും. ക്ലാസ്സില് എനിക്കാണ് ക്യാമ്പയിൻ ചെയ്യാൻ തരല് ചെയ്യാൻ വേണ്ടിട്ട്. അതൊരു കമ്മ്യൂണിറ്റിന്ന് കിട്ടിയൊരു സാധനമാണ് ക്ലാസ്സില്. അപ്പൊ അതുപോലെ മഹറൂഫ് ഖാൻ അവരൊക്കെ മാർക്കറ്റിംഗ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം സാറ് ക്ലാസ് എടുത്തിന്, ബാസ് സാറ് ക്ലാസ് എടുത്തിന്, അവർക്ക് എടുത്തിന്. നമ്മളോട് ആദ്യം സംശയം, നമ്മളെ ഇടയിൽ സംശയം എടുക്കും. അത് ഫുള്ള് ക്ലിയർ ചെയ്യല് സാറാണ് നിങ്ങളെ ഗുരു. ഉറപ്പല്ലേ, നമ്മള് ബാച്ചിൽ മുതിർന്ന ആളെന്നാണ്. മാർക്കറ്റിംഗ് ബേസ് ഫുൾ സംശയം. അപ്പൊ അങ്ങനൊക്കെയാണ്. പിന്നെ ഷോപ്പിഫൈയോ? സിമ്പിൾ അല്ലേ? പിന്നെ ഏതാ ഷോപ്പിഫൈ വെബ്സൈറ്റ് ചെയ്യാൻ കിട്ടിയില്ല. എന്റെ ക്രാഫ്റ്റ് ചെയ്തിരുന്നോ? പിന്നെ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. നമ്മൾ ഈ ലേൺ ടു ഏൺ എന്നുള്ള ഈ ഒരു സപര്യയിൽ, ഈ ഒരു യാത്രയിൽ അത് സംഗതി സംഭവിച്ചിട്ടുണ്ട്. ലേൺ ടു ഏൺ, ഏണിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി നടന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. ഹാമിദ് പിന്നെ സാറിൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ സാറാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാറാണ്. സാറെ ഞാൻ വെറുതെ പറയണോ? അല്ലല്ലോ. ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കും നമ്മൾ ആഷിഖ് സാറിനെ പോലെ തന്നെ. ഞാൻ വെറുതെ പറയണോ? അല്ലല്ല. ഞാനിപ്പോൾ നമ്മൾ ഇതിനെ പിന്നെ സ്ത്രീസിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആഷിഖ് സാർ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫിഗറാണ്. മുമ്പ് ഇവിടെ അല്ല, മുമ്പ് പൊക്കാൻ വേണ്ടിയിട്ട് പറയല്ല, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സാറാണ് പോലെ ആഷിഖ് സാർ എന്ന് പറഞ്ഞാൽ. ഈ സ്ഥാപനത്തിന് തുടക്കത്തിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നതാണ്. നമുക്കുള്ളൊരു സന്തോഷം എന്താ വെച്ചാൽ നമ്മളെ ഒരു സ്ഥാപനത്തിലേക്ക്, അഥവാ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ സ്ഥാപനത്തിലേക്ക് തന്നെയാണ് മൂപ്പര് പോയത്. നമ്മൾ അറബസ്കോ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അബുദാബിയിൽ അവിടെ 4 കുട്ടികൾ, ഇവിടുത്തെ ആഷിഖ് സാർ അടക്കം 4 ആൾക്കാർ ഇവിടെ നിന്നായിട്ടുണ്ട്, അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സന്തോഷമാണ്. റിയൽ എസ്റ്റേറ്റ് വലിയ കമ്പനിയാണ്. അപ്പോൾ അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്താണ് ഹാമിദ് സാർ എത്തിയത്. ഹാമിദ് സാറ് വലിയ ഡെഡിക്കേഷൻ ഉള്ള ആളാണ്. പിന്നെ ഹാമിദ് പറയും പിന്നെ സാറിനെ അവളെ പറ്റി പറയുന്നത് നല്ലൊരു കൃഷിയാണ്. പിന്നെ ഒരു വർക്കൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഞാനും ഷെഫീലൊക്കെ ഉള്ള ടൈമിൽ പിന്നെ വന്ന സാറാണ് ബാച്ചില്. ഞാനും ഷെഫീൽ വന്നതിന് ശേഷം പിന്നെ അവള് ഡിസൈനിങ്ങിൽ ഇപ്പൊ അബീബ് പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പറ്റൂല, അതാവില്ല അറിയുന്ന ടൈമിൽ ചിലപ്പോൾ ഞങ്ങളോട് തന്നെ ഞങ്ങൾ തന്നെ വിട്ടേച്ചോ, എന്നാലും അവിടെ തന്നെ വർക്ക് ചെയ്യും. പിന്നെ പറയാൻ പോലെ ലാപ്പിനെ പറ്റിയാണ്. അവളിപ്പോ ലാപ്ടോപ്പ് കിട്ടിയിട്ട് ഞാനൊക്കെ എന്നും ഡിസൈൻ സംബന്ധിച്ച ഇപ്പൊ 10 വർക്ക് ചെയ്താല് പിന്നെ ഹാങ് ആയിരിക്കും. എന്നാലും അത് കുത്തിനുള്ള വർക്ക് കംപ്ലീറ്റ് ആകും. പക്ഷെ ഇപ്പോൾ നല്ല എത്തി കണ്ടില്ല. ശരിക്കും ഇവിടെ ഷെഫീൽ കൂടി വേണ്ടിയിരുന്നു കേട്ടോ, ഇവരെ ടീമിലുള്ള. പിന്നെ സാറൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു സാർ ഏതാ? ആഷിഖ് സാർ, വാസിദ് സാർ. ഏതായാലും വളരെ സന്തോഷം. നമ്മളിവിടെ പറയലുണ്ടല്ലോ അവിടുത്തെ കുട്ടികളോട് ലേൺ ടു ഏൺ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. പക്ഷെ ആ പൈസ നമ്മളോട് ബന്ധപ്പെട്ട ഉമ്മ ഉപ്പ വൽക്കൊക്കെ കൊടുക്കുക. ഉമ്മ ഉപ്പ പിന്നെ പാവപ്പെട്ട ആൾക്കാർ ബന്ധപ്പെട്ട ഇതിന് അർഹരായ ആൾ നമ്മൾ മാത്രമല്ലല്ലോ, കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഇനിയും ഇങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുക, നല്ല നല്ല പൈസ ഉണ്ടാക്കുക. ഇത് ബന്ധപ്പെട്ട ഉമ്മ ഉപ്പ, അതോടൊപ്പം തന്നെ സാധുക്കളായ ഞങ്ങൾക്ക് ചായൻ്റെ അർഹരായ ഞങ്ങൾ